കേരളത്തിലെ ഇടതുപക്ഷം ഒന്നടങ്കം ബി ജെ പിയെ ഭയക്കുന്നുണ്ട്. ആ ഭയപ്പാടിനനുസരിച്ച് കേരളത്തിൽ ബി ജെ പി വളരുന്നുണ്ടെങ്കിൽ രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത്. ഒന്ന് തദ്ദേശം, രണ്ട് നിയമസഭ. ഇതിലേത് തരത്തിലുള്ള മുന്നേറ്റമായിരിക്കും? നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ട്, ഇനി വോട്ട് വിഹിത വർധനവല്ല, ഇനിയും സീറ്റ് നേടിയെടുക്കുക എന്നുള്ളതാണ്. അമിത്ഷാ അതിനു മുമ്പേ പറഞ്ഞു 2026 കേരളം ഭരിക്കും എന്ന്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇവരുടെ ഭയപ്പാടിനനുസരിച്ച് ഇതെല്ലാം കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളല്ലേ? കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇടത് വർഗീയ മുന്നണി, വലത് വർഗീയ മുന്നണി, രണ്ടിനെ ഞാൻ അങ്ങനെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത്. മുസ്ലിം ലീഗ് അംഗമായ, കേരള കോൺഗ്രസിൻ്റെ ചില വിഭാഗങ്ങൾ അംഗമായ, കോൺഗ്രസിലെ ആന്റണി വിഭാഗം ഉൾപ്പെടെയുള്ളൊരംഗമായ വലത് വർഗീയ മുന്നണി, INL-ഉം ചില കേരള കോൺഗ്രസ്സുകാരും ഉൾപ്പെടുന്ന പല മുസ്ലിം തീവ്രവാദ വർഗീയ പ്രസ്ഥാനങ്ങളുടെയും പിന്തുണ അനുഭവിക്കുന്ന ഇടത് വർഗീയ മുന്നണി. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഫ്രണ്ട് എന്നോ UDF എന്നോ അല്ല പറയേണ്ടത്. രണ്ടിനെയും പറയേണ്ടത് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് അല്ല, LDF അല്ല, ലെഫ്റ്റ് കമ്മ്യൂണൽ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് കമ്മ്യൂണൽ ഫ്രണ്ട്സ്. ഇങ്ങനെയാണ് കേരളം തിരിഞ്ഞിരിക്കുന്നത്. അതിനിടയ്ക്ക് ദേശീയതയുടെ പക്ഷം പറയുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ രണ്ട് വർഗീയ മുന്നണികളുടെ ഇടയിൽ ദേശീയതയുടെ രാഷ്ട്രീയം പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്, ഭാരതീയ ജനതാ പാർട്ടിക്ക്, അവരോടൊപ്പം നിൽക്കുന്ന ദേശീയ ജനാധിപത്യ മുന്നണിക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യത്തിൻ്റെ രത്ന ചുരുക്കം. ഈ ചോദ്യം ഉയർത്തുന്നതിന് കാരണമുണ്ട്. കഴിഞ്ഞ ഇത്രയും കാലങ്ങൾ പരിശ്രമിച്ചെങ്കിലും അന്നൊന്നും നിർണായകമായ ഒരു സാന്നിധ്യം അസംബ്ലിയിലും പാർലമെന്റിലും ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പരമാവധി ഒന്ന്, അത്രയേ ഉള്ളൂ. അതിനൊരു മാറ്റം വരുമോ എന്ന് ചോദിക്കുമ്പം, മാറ്റം വരുമോ എന്ന ചോദ്യത്തിൻ്റെ തന്നെ അടിസ്ഥാനം ഇപ്പം BJPക്ക് 20% വോട്ടായി കഴിഞ്ഞിട്ടുള്ളതാണ്. അവിടെ കൊണ്ട് ഞാൻ എൻ്റെ വിശകലനം നിർത്തുകയില്ല. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ BJP സ്ഥാനാർത്ഥി, ഞാൻ BJP ഉപയോഗിക്കാൻ പോകുന്നു, കാരണം മുന്നണിക്ക് വലിയ പ്രസക്തി പലപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. BJP സ്ഥാനാർത്ഥികൾ തോറ്റത് പ്രധാനമായും രണ്ട് ഇടത് വർഗീയ മുന്നണിയും വലത് വർഗീയ മുന്നണിയും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പരസ്പരം വോട്ട് കൈമാറിയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബഹുഭൂരിപക്ഷത്തിലും BJP ജയിക്കുകയില്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കി. സാധ്യത ഉള്ളിടത്ത് അവരൊന്നിക്കും. അത് കാസർഗോഡാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും. അല്ല, തിരുവനന്തപുരത്ത് പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ പലപ്പോഴും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതൊരു പ്രധാന ഘടകമായിരുന്നു. എൻ്റെ ഒരു ചോദ്യം, നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വന്തം മുന്നണിയുടെ കാര്യം പോലും നോക്കാതെ BJPയെ തോൽപ്പിക്കുന്നതാണ് പ്രധാന പരിഗണനയെന്ന് ഈ പറയുന്ന ഇടത് വർഗീയ മുന്നണിയോ വലത് വർഗീയ മുന്നണിയോ കണക്കാക്കാൻ ഇടയുണ്ടോ എന്നുള്ളതാണ്. പലരും ചിന്തിക്കുന്നത്, ഒരു പക്ഷേ രാഷ്ട്രീയ തന്ത്രം അറിയാവുന്നവർ ചിന്തിക്കുന്നത് 4, 5 അല്ലെ 10 സീറ്റ് BJP കൊണ്ടുപോയാലും കുഴപ്പമില്ല, എൻ്റെ എതിർപക്ഷത്തിനെയാണത് ബാധിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ പക്ഷത്തിന് നേട്ടമാകാം. 140-ൽ നിന്ന് 5, 10 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 130 വിജയിച്ചാൽ മതിയല്ലോ, അതിൻ്റെ ഭൂരിപക്ഷം മതിയല്ലോ. ആ ഒരു കണക്കൂട്ടൽ ഉണ്ടാകാവുന്നല്ലേ ഒരു ചോദ്യം. രണ്ടാമത് ചോദ്യം, ആളും അർത്ഥവും എല്ലാം മുടക്കി BJPയെ തോൽപ്പിക്കാൻ വേണ്ടി മുടക്കുന്ന ആ ഒരു ഊർജം ഉണ്ടല്ലോ, ആ ഒരു ഊർജം മറ്റ് സ്ഥാനാർത്ഥി ജയിക്കുന്നിടത്തേക്ക് മാറ്റുന്നതല്ലേ നല്ലത്.
ഇത് താത്വികമായൊരു ചോദ്യം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, വർഗീയമായ വേർതിരിവില്ല. കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ ധ്രുവീകരണം ഉള്ള സംസ്ഥാനം. 1957 തെരഞ്ഞെടുപ്പ് തൊട്ട് വർഗീയമായി വേർതിരിഞ്ഞ ക്രിസ്ത്യൻ പള്ളികളിൽ ഇടയലേഖനം, മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ച പ്രഭാഷണങ്ങളിൽ ഇവിടെയൊക്കെ പറഞ്ഞ് പോരാത്തതിന് സമുദായ NSSSND പോലുള്ള സമുദായ നേതാക്കളുടെ ഇടപെടൽ, ഇതെല്ലാം ഉറപ്പുവരുത്തിയ വർഗീയവും ജാതിപരവുമായ ആ ധ്രുവീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും വിധി നിർണയിച്ചിട്ടുള്ളത്. കരുണാകരനെ പോലുള്ള അതിബുദ്ധിമാൻ എല്ലാ ജാതിയെയും മതത്തെയും കൂടെ കൂട്ടി ഹിന്ദുവിനെ അവഗണിക്കുകയും ചെയ്തിട്ടില്ല. നിലയ്ക്കൽ പ്രശ്നവും അതൊക്കെ അവിടെ കിടക്കട്ടെ, അടിയന്തരാവസ്ഥ. എങ്കിലും ബ്രോഡ്ലി സ്പീക്കിംഗ്, സമഗ്രമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗുരുവായൂർ പോകും, എൻ്റെ നെറ്റിയിൽ ചന്ദനക്കുറി ഉണ്ടാവും എന്നും പറഞ്ഞ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചത് ഒരു പക്ഷേ അത് 1960കളുടെ അവസാനം ഒരു അത്ഭുതമായിരുന്നു. ഞാൻ അങ്ങയോട് പറയാം, ദയവായി പേര് ചോദിക്കരുത്. ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രിയാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയും ഞാനും സഹപാഠികളായിരുന്നു. ഞങ്ങൾ പൊതുരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരാണ്. ഞങ്ങൾ ഒന്നിച്ച് കോട്ടയത്ത് തിരുനക്കര ചങ്ങനാശ്ശേരി കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ കോട്ടയത്ത് പോകും, തിരുനക്കര അമ്പലത്തിൽ കയറി തൊഴും, നെറ്റിൽ ചന്ദനക്കുറിയുമായിട്ട് ഇറങ്ങി വരും. രണ്ടുപേരും ഒന്ന് KSUക്കാരുമാണ്, ഞാൻ അതും മറച്ചു പറയുന്നില്ല. ഇറങ്ങി വരുമ്പം അദ്ദേഹം തിരുനക്കര അമ്പലത്തിൻ്റെ പുറത്തോട്ട് വരുമ്പോഴേ നെറ്റിയിലെ ചന്ദനം തൂത്ത് കളയുമായിരുന്നു. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് ചെയ്തതുപോലെ. അത് ഞാൻ പേരിലേക്ക് വരരുത്, ആരുടെയും പേരിലേക്ക് വരരുത്. ഞാൻ എൻ്റെ കുറി അന്നുമുണ്ട്, ഇപ്പം കുറി ഇട്ടെങ്കിൽ അവിടെ കാണും, ഇട്ടില്ല കാണത്തില്ല. അപ്പം ആ ഒരു കാലത്താണ്, അതായത് ചെറുപ്പക്കാരനും വിദ്യാർത്ഥിയും പുരോഗമനവാദിയാകണമെങ്കിൽ അമ്പലത്തോട് അകന്ന് നിൽക്കണം. അങ്ങനെ ഒരു നിലപാട് കാണിച്ചു കൊടുക്കണമെന്ന് കരുതിയവര്. അതേ വ്യക്തി MLA ആയി ജയിച്ചു കഴിഞ്ഞപ്പം മണ്ണാർശാലിൽ തുലാഭാരം തൂങ്ങി പത്രത്തിൽ പരസ്യം കൊടുത്തത് വേറൊരു കാര്യം. അതവിടെ നിൽക്കട്ടെ. ഇപ്പം ശബരിമലയിലും പോവും, ഒക്കെ ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞത് 60കളിലെ കാര്യമാണ്. 60കളുടെ അവസാനം, 70കളുടെ ആദ്യം. 60കളിലെ 70കളുടെ ആദ്യം. അന്ന് കരുണാകരൻ അതിനെ തിരിച്ചറിഞ്ഞു. ഹിന്ദുവിനെ അവഗണിക്കാത്തൊരു രാഷ്ട്രീയമാണ് കരുണാകരൻ കൊണ്ടുവന്നത്. അങ്ങനെ കൊണ്ടുവന്ന രാഷ്ട്രീയത്തിൻ്റെ ബാക്കിപത്രമാണ് ഇന്ന് BJPക്ക് ജയിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതും. അന്ന് കോൺഗ്രസിനോടൊപ്പം ചേർന്ന ചില ആളുകൾ ഇന്നും ആ പാരമ്പര്യം വെച്ച് പുലർത്തുന്നു. രാഹുൽ ഗാന്ധിയുടെയും സോണിയയുടെയും ഉമ്മൻചാണ്ടിയുടെയും AKന്റെയും കോൺഗ്രസ് ഹിന്ദു വിരുദ്ധ വർഗീയതയുടെ പക്ഷത്താണെന്ന് ആവർത്തിക്കുന്നു. ഹിന്ദു വിരുദ്ധ വർഗീയതയുടെ പക്ഷത്താണെന്ന് തിരിച്ചറിയാത്ത ഹൈന്ദവ സമൂഹത്തിലെ ഒരു നല്ലൊരു ഭാഗം നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് വലത് വർഗീയ മുന്നണിക്ക് ഇന്നും ചിലയിടത്തുകളിലൊക്കെ പ്രതീക്ഷയ്ക്ക് വഴിയുള്ളത്. അതില്ലാതാക്കാൻ കഴിഞ്ഞാൽ, അതില്ലാതാക്കുന്നതിനുള്ള അവരുടെ സ്വാധീന മേഖലകളിലേക്കും കടന്നു വരുന്നുള്ള പരിശ്രമം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കരുതുന്ന പോലെയല്ല. കൃത്യമായ ടാർഗറ്റ് ചെയ്തിട്ടുള്ള, ആർക്കും പ്രത്യേകിച്ച് അപ്പീസ്മെന്റ്, പരിഗണനമില്ലാത്ത, എല്ലാവർക്കും പരിഗണന കൊടുക്കുന്ന, നരേന്ദ്രമോദി പറഞ്ഞതുപോലെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ്. എല്ലാവരോടും ഒപ്പം, എല്ലാവരുടെയും മതവിശ്വാസങ്ങളെ മാനിച്ചുകൊണ്ട്, എല്ലാവരുടെയും വികസനം ഉറപ്പിച്ചുകൊണ്ട്, എല്ലാവരുടെയും പ്രയത്നം ഉറപ്പിച്ചുകൊണ്ടുള്ള പോക്ക് കൃത്യമായും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം ഞാൻ ആഗ്രഹിക്കുന്നൊരു കാലം കൂടെ പറയുകയാണ്. സമയപരിമിതിക്ക് അതിനപ്പുറം പോകാൻ പറ്റിയിട്ടില്ല. ഒരു മാറ്റം കേരളത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ സമുദായ നേതാക്കൾ, ജാതി സംഘടനാ നേതാക്കൾ, മതമേലധ്യക്ഷന്മാർ, ഇവരെ സമീപിച്ചാൽ, ഇവരെ കൂടെ കൂട്ടിയാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പാണെന്ന് BJP ആണെങ്കിലും കരുതുന്നത് അത്ര
പക്വതയുള്ളൊരു സമീപനമായിരിക്കില്ല. കൃത്യമായും ജനങ്ങളിലേക്ക് എത്തണം. ഏത് ബിഷപ്പിൻ്റെ കൈമുത്തിയാലും, ഏത് പോപ്പുണ്ടല്ലോ, കോട്ടയം പോപ്പ്, അതെ, നമ്മുടെ അദ്ദേഹത്തിന്റെ കാലത്തോട് തൊഴുതാലും ഒന്നും ജനങ്ങളുടെ പിന്തുണ കിട്ടില്ല. ഒന്ന് കൃത്യമായി ഓർക്കണം, എല്ലാ സമൂഹങ്ങളിലും സമുദായങ്ങളിലും അവരുടെ നേതൃത്വത്തിൽ കുറിച്ച് സഹികെട്ട വലിയൊരു ജനസമൂഹമുണ്ട്. ആ ജനസമൂഹത്തെ കൂടെ നിർത്തുക. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് പരസ്യമായി ഞാൻ പറയുന്നത് കൃത്യമായ ആഗ്രഹത്തോടു കൂടിയാണ്. കേരളത്തിലെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവർക്ക് വേണ്ടി സംവരണം ചെയ്തു കൊടുത്തിട്ടുള്ള മണ്ഡലങ്ങൾക്കപ്പുറം അവരിലെ പ്രഗത്ഭരെ കണ്ടെത്തി ഒരു 25 വയസ്സിനും 35 വയസ്സിനും ഇടയ്ക്കുള്ള വിദ്യാഭ്യാസവും കർമ്മശേഷിയുമുള്ള ആശയ വ്യക്തതയുള്ള ആളുകളെ കണ്ടെത്തി ജയിക്ക് കയറാത്തതാണെങ്കിൽ പോലും അവരെയും കൂടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരിക. ഒപ്പം തന്നെ സംവരണം, വനിതാ സംവരണം സാധ്യമായില്ലെങ്കിൽ പോലും ശേഷിയും ശേഷിയുമുള്ള വനിതാ പ്രവർത്തകർക്കും അർഹിക്കുന്ന പരിഗണന കൊടുക്കുക. വ്യാപകമായി യുവജനങ്ങളെ മത്സരിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥ ചെയ്യുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞ, തുടക്കത്തിൽ പറഞ്ഞ അമിത്ഷാ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞ പോലെ 2026 ഒരുപക്ഷെ സാധിച്ചില്ലെങ്കിൽ പോലും അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പം അന്ന് തെരഞ്ഞെടുപ്പ് കുരുക്ഷേത്രത്തിൽ പരിചയസമ്പന്നരായ അടക്കളത്തിൽ ഇറങ്ങാൻ കരുത്തുള്ള ഒരു നിര തന്നെ ഉണ്ടാവും. അത് കേരളത്തിൽ ചരിത്രം മാറ്റും. എങ്കിലും ഉത്തരം അങ്ങേക്ക് ആവശ്യമുള്ളത്, പൊതുവേ പറഞ്ഞാൽ പാർലമെന്റ് ഈ നിയമസഭ ഇലക്ഷന് പഞ്ചായത്തിലെ കാര്യം കുറച്ചുകൂടി വ്യാപകമാണ്. പഞ്ചായത്തിലെ നില മെച്ചപ്പെടുത്തും, മുനിസിപ്പാലിറ്റിയിലെയും കോർപ്പറേഷനിലെയും നില മെച്ചപ്പെടുത്തും. നിയമസഭയിൽ 10 സീറ്റിൽ കുറയാത്ത ഒരു അംഗസംഖ്യയുമാണ് എന്നെപ്പോലൊരു സാധാരണക്കാരൻ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ അത് BJP-ക്കാർക്ക് സന്തോഷം തോന്നുന്നൊരു കണക്കാകണമെന്നില്ല, ഭരണം ആഗ്രഹിക്കുന്നവർക്ക്. എങ്കിലും ഞാൻ വളരെ ചെറിയൊരു കണക്ക് പറയുകയാണ്. 10 മണ്ഡലങ്ങളിലെങ്കിലും വിജയിച്ച കേരളത്തിൻ്റെ സഭയിൽ ശബരിമലയുടെ ശബ്ദവും ഹിന്ദുവിൻ്റെ ശബ്ദവും ഹിന്ദുവിൻ്റെ അവഗണനയ്ക്കും അവഹേളനയ്ക്കും എതിരെയുള്ള ശബ്ദവും കേൾക്കും. ഒപ്പം തന്നെ ഒരു മതത്തോടും ഒരു വിഭാഗത്തോടും പ്രത്യേകിച്ച് ഒരു പരിഗണനയും കാണിക്കത്തുമില്ല. എല്ലാവർക്കും അർഹിക്കുന്ന ഉറപ്പാവുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിനുള്ള പ്രതിബദ്ധതകൾ നീങ്ങിക്കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിൻ്റെ പ്രതിഫലനം കേരളത്തിലുണ്ടാവും. കേരളവും ശരിയായ വഴിക്ക് തന്നെ പോകും. 20% 25-നോ 26-നോ അപ്പുറം വരെ പോകാം. അതോടുകൂടി സീറ്റുകളുടെ എണ്ണം, ജയിക്കുന്ന സീറ്റുകളുടെ 10 ആണെങ്കിൽ നേരിയ മാർജിനിൽ തോക്കുന്നതും ഒരു 10-ന് അടുത്ത് വരാം. എന്തായാലും അടുത്ത ഇലക്ഷന് 20 സീറ്റുകളിൽ നിർണായക ശക്തിയായി BJP ഉണ്ടാവും, ദേശീയ ജനാധിപത്യ മുന്നണി ഉണ്ടാവും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.